കണ്ടോ വഴുതനയിലേ കായ്ച്ചു വന്നപ്പോഴേക്കും പുഴുക്കേട് തുടങ്ങിയേ. ഇതുണ്ടോ ഇതുണ്ടോ നല്ലൊരു വഴുതനങ്ങയായിരുന്നു. വഴുതന ഇത് കുറേ നീളം വെക്കുന്നതാണേ. പക്ഷേ ഇതേ പുഴുക്കേട് പിടിച്ചിട്ട് ഇതിങ്ങനെ വളഞ്ഞ് കേടായിപ്പോയി. ഇതുണ്ട് ഇതിലേക്ക് ഉണ്ടായി വരുന്നുള്ളൂ. തൈയാണേ, കായ്ച്ചു തുടങ്ങിയതേ ഉള്ളൂ. അന്നേരത്തേനും അതെ ഇതിന് നമ്മളെന്നും നോക്കിക്കൊണ്ടിരിക്കണം. ഷീറ്റ് അടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, റബ്ബർ ഷീറ്റേ, ആ വെള്ളം ഒഴിച്ചാൽ ഈ പുഴുക്കേട് കുറയുവേ. എൻ്റെ ഇലയുടെ അടിയിൽ ഇങ്ങനെ പുഴു വന്നിരുന്നിട്ട് അതിങ്ങനെ കുരുടനായിപ്പോയി. അവൻ്റെ ഒരു ഷേപ്പ് നോക്കി, അങ്ങനെ ഒരു കുരുടൻ വഴുതനെങ്കിൽ ഇത് എന്തായാലും പുഴുവായിരിക്കും കേട്ടോ. ഉണ്ടോ ഇങ്ങനെ നീളം വെക്കേണ്ട സാധനം, പക്ഷേ ഇത് പുഴു കയറിയത് കൊണ്ട് വളഞ്ഞുപോയി. അതിലേക്ക് ശംഖുപുഷ്പം കയറിയിട്ട് നമുക്ക് ശംഖുപുഷ്പം ഇല്ലാണ്ട് വലിയ കാര്യമായിട്ട് നട്ടു പിടിപ്പിച്ചതാണേ. അന്നേരം അത് നമ്മുടെ വഴുതനയിലേക്ക് കയറിയിട്ട് വഴുതനയിലേയും കൂടെ പെടത്തി. ഇതിപ്പം വഴുതനങ്ങയ്ക്ക് ഇത് കായുടെ കനം കാരണം നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ വള്ളി ഈ ശംഖുപുഷ്പത്തിനെ അപരാജിത എന്നും കൂടെ പേര് പറയും. ചില സ്ഥലത്തെ അപരാജിത എന്ന് പേര് ഇവിടെ ഉണ്ടെന്നാണ് അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു. ഈ വള്ളി കാരണമാണ് ഇതിങ്ങ് വളഞ്ഞു പോകണം. ഇനിയിപ്പോൾ ഇവന് ഒരു മുട്ട് കൊടുത്ത് നിർത്തിയില്ലെങ്കിൽ ഇതിൻ്റെ കായയുടെ കനം കാരണം ഇവന് നിൽക്കാൻ ആരോഗ്യം കുറവാണ്.